നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ബാബു ഇബ്രാഹിം രചിച്ച പുസ്തകമാണ്. മാതൃഭൂമി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് 300 രൂപയാണ് വില വരുന്നത്. ഇനി പുസ്തകത്തിലേക്ക്. ഇത് ബാബു ഇബ്രാഹിമിന്റെ ഓർമ്മ പുസ്തകമാണ്. അദ്ദേഹം കടന്നു വന്ന വഴികൾ, ഒരു മനുഷ്യന് എത്രത്തോളം ബുദ്ധിമുട്ടാം എന്നും എത്രത്തോളം ദാരിദ്ര്യവും കഷ്ടപ്പാടും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടെന്നും അതിലെവിടെയും വീണു പോകാതെ അദ്ദേഹത്തിന്റെ മനസ്സിനെ നിയന്ത്രിച്ച് അദ്ദേഹം നേടിയെടുത്ത വിജയം, അങ്ങനെ ഒരു ഇൻസ്പിറേഷനായിട്ടുള്ള പുസ്തകം തന്നെയാണിത്. എനിക്ക് ഇതിലെ പ്രധാന ആകർഷണമായി തോന്നിയതും എനിക്ക് മാനസികമായും വൈകാരികമായും അടുപ്പം തോന്നിയതും നന്നിക്കുന്നിൽ മേരി എന്ന അദ്ദേഹത്തിൻ്റെ അമ്മയോടാണ്. വായനക്കാർ പലപ്പോഴും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണല്ലോ ഓരോ പുസ്തകത്തെയും വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വായിക്കുന്ന പുസ്തകത്തിലെല്ലാം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതാനുഭവങ്ങളെയും കൂടി കണക്ട് ചെയ്യാറുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്നിക്കുന്നിൽ മേരി എന്ന് പറയുന്ന കഥാപാത്രം, അവർ അവസാനമായി കരഞ്ഞ രാത്രി, തൻ്റെ 4 മക്കളെയും കൊണ്ട് മരണത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്ന ഒരു രാത്രിയുണ്ട്. അവരെ ജീവിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒന്നും കഴിവില്ല എന്ന് തോന്നിയ ഒരു അമ്മ. ആ അമ്മയിൽ ഞാൻ എന്നെ കാണുന്നുണ്ട്. കാരണം അങ്ങനെയൊരു പകൽ ഞാൻ അതിജീവിച്ചതാണ്. അതുകൊണ്ട് തന്നെ മേരി എന്ന് പറയുന്ന കഥാപാത്രം ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നെനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. പക്ഷെ അവരുടെ പല ജീവിത സമരങ്ങളും എനിക്ക് എൻ്റെ ജീവിതവുമായിട്ട് പ്രത്യേകിച്ചും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ബാബു ഇബ്രാഹിമിൻ്റെ അമ്മയിൽ എന്നെ കാണാം. എന്നെ പോലെ ഒരുപാട് സ്ത്രീകളെ കാണാൻ പറ്റും നമുക്ക്. പലപ്പോഴും കണ്ണു നിറയുന്നുണ്ടായിരുന്നു വായിക്കുമ്പോൾ. കാരണം ഇതെന്താ എൻ്റെ കഥയാണല്ലോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഒരു മനുഷ്യൻ വീണു പോകുന്നിടത്തെല്ലാം ചവിട്ടി താഴ്ത്താൻ ഒരുപാട് പേരുണ്ടായിരിക്കും എന്നുള്ളതിനുള്ള ഉത്തമ തെളിവാണ് കേട്ടോ ഇത്. ദൈവത്തിൻ്റെ രൂപത്തിൽ വരുന്ന മനുഷ്യന്മാരും അങ്ങനെയുള്ള ഒരുപാട് പേര് എല്ലാവരുടെ ജീവിതത്തിലുണ്ടായിരിക്കും. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞാനിതിനകത്ത് കുറേ അടിവരയിട്ട് വെച്ചിട്ടുള്ള വാചകങ്ങളുണ്ട്. എനിക്കതൊക്കെ വായിക്കണമെന്നും ഒക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ എനിക്കതിനൊന്നും സാധിച്ചില്ല. കാരണം ഇത് എൻ്റെ കൂടെ ജീവിതമായിരുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ജീവിതാനുഭവം വായിക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇതെനിക്ക് സമ്മാനിച്ചത് എനിക്ക് പ്രിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം എൻ്റെ പിറന്നാൾ ദിനത്തിന് എനിക്ക് സമ്മാനിച്ചതാണ്. ഈ ദിനത്തിൽ ഞാൻ അദ്ദേഹത്തിനോടും വളരെ വലിയൊരു താങ്ക്സ് പറയുന്നു. കാരണം ഇത്രയും വലിയൊരു അനുഭവം എനിക്ക് സമ്മാനിച്ചതിന്. എനിക്ക് ഇന്ന് വരെ കിട്ടിയ പിറന്നാൾ സമ്മാനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിട്ട് എൻ്റെ മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാകും. ബാബു ഇബ്രാഹിമിൻ്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എല്ലാവരും വായനയിൽ ചേർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.